എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നല്ല നാടൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടുള്ള നല്ല പൂ പോലത്തെ വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നല്ല സോഫ്റ്റായിട്ട് നമുക്കത് കിട്ടും. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഒരു 250 ml കപ്പിൽ 3 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഒരു 4-5 മണിക്കൂർ കുതിർന്നാൽ മതിയാവും. ഞാനിപ്പോൾ ഇത് ഉച്ചയ്ക്ക് ഇടും, ഇനി രാത്രി അരയ്ക്കുള്ളൂ. അപ്പോൾ ഇനി ഇത് അരയ്ക്കുന്ന സമയത്ത് കാണാം. അപ്പോൾ ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഈ വെള്ളമൊക്കെ കളഞ്ഞ് നല്ലപോലെ ഒന്നുകൂടെ കഴുകി നല്ല വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 3 കപ്പല്ലേ അരി എടുത്തത്, അപ്പോൾ 1.5 കപ്പ് ചോറും വേണം, 1.5 കപ്പ് തേങ്ങയും വേണം, കുറച്ച് ബേക്കിംഗ് സോഡയും അതേപോലെ തേങ്ങാ വെള്ളവും കൂടെ വേണം. തേങ്ങ ചിരകുമ്പം വല്ലാണ്ട് ആ ഒരു ചിരട്ടയുടെ പോർഷൻ എടുക്കാണ്ട് നല്ല വൈറ്റായിട്ട് എടുക്കുകയാണ് ഒന്നുകൂടി നല്ലത്. അപ്പോൾ നമുക്കിത് 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് പകുതി അരി ഇട്ട് കൊടുക്കുന്നുണ്ട്, കൂടെ പകുതി ചോറും പകുതി തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം അരക്കുമ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചാണ് അരക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് അങ്ങോട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, പിന്നെ കുറച്ച് വെള്ളം മതി. അപ്പോൾ കുറേശ്ശെ ഒഴിച്ച് നോക്കുക. അപ്പോൾ കുറച്ച് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ആദ്യം തന്നെ ഒഴിക്കുന്നുണ്ട്, എന്നിട്ട് ഒരു കുറച്ചും കൂടെ മതിയാവും. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെരിച്ച് നോക്കുക. അപ്പോൾ ഒരിത്തിരി വെള്ളം പോലെ ഉണ്ടാവും, നമുക്ക് കാണാൻ പറ്റും. അന്നേരം നമുക്ക് അരക്കുമ്പോൾ നല്ല പോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക, നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ആദ്യത്തേത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തതും ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. ഇനി അതിലേക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും തേങ്ങാ വെള്ളം അതും കൂടെ ഒഴിക്കുന്നുണ്ട്. ബാക്കി ഭാഗം മാത്രം വെള്ളം ഒഴിക്കുകയാണ്. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് മതി. അങ്ങനെ ജസ്റ്റ് ശരിക്കും നമുക്കതിങ്ങനെ വെള്ളം വരുന്നത് കാണുമ്പോൾ തന്നെ അത്ര മതി. എന്നിട്ട് ഇതും നല്ല പോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്, എല്ലാ ഭാഗത്തേക്കും തേങ്ങാവെള്ളവും ബേക്കിംഗ് സോഡയൊക്കെ ഒന്ന് മിക്സായി കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു 8 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നെ കാണാം. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇതിൽ ഉപ്പ് ചേർക്കണമല്ലോ, അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും കുറച്ച് നേരം ജസ്റ്റ് ഒന്ന് കുറച്ച് അവിടെ വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് ചുട്ടെടുക്കാം. ചുട്ടെടുക്കുമ്പോൾ പാൻ ആദ്യം ജസ്റ്റ് ഒന്ന് എണ്ണ കൊണ്ട് ഞാൻ തടവിയിട്ടുണ്ട്. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. നിങ്ങൾക്ക് തന്നെ കാണാം, നല്ല അടിപൊളിയായിട്ടുള്ള അപ്പങ്ങൾ നമുക്കിവിടെ കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പങ്ങളായിട്ട് തന്നെ നമുക്കത് കിട്ടും. അപ്പോൾ ഇതേ രീതിയിൽ ഈ ഒരളവിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ശരിയായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും കൂടെ ശ്രമിക്കാം. താങ്ക്